ഗായ്സ് ഐ ഡോണ്ട് നോ എൻ്റെ വോയിസ്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ് മൺഡേ ഗായ്സ്. മൺഡേ കഷ്ടപ്പെട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത്. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര മടിയാണ്. ഇവിടുത്തെ തണുപ്പ് കാരണമാണ് കേട്ടോ ഇത്രയും മടി, വേറൊന്നുമല്ല. പക്ഷേ ഇന്ന് പോയേ പറ്റുള്ളൂ. ലാസ്റ്റ് ഡേ ഓഫ് ക്ലാസ് ആണ്. ആൻഡ് എൻ്റെ അറ്റൻഡൻസ് പ്രശ്നമാവും ഞാൻ പോയിട്ടില്ലെങ്കിൽ. കാരണം മുമ്പ് മടി പിടിച്ചിങ്ങനെ കുറേ ദിവസം ലീവ് എടുത്ത കാരണം. സോ ഞാൻ പോകുന്ന കൂട്ടത്തിൽ നിങ്ങളെ യൂണിവേഴ്സിറ്റി ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇതെൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് സെമസ്റ്റർ അല്ല, ലാസ്റ്റ് ഡേ ഓഫ് മൈ ലാംഗ്വേജ് ലൈഫാണ്. അടുത്ത 2 ദിവസം എക്സാമാണ്, പിന്നെ ഫൈനൽ കംപ്ലീഷൻ സെറിമണി. അപ്പം ഞാൻ നിങ്ങളെ യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബൈ ദ വേ ഇപ്പോൾ സമയം 8:10 ആയി രാവിലെ. ഓക്കെ, ഞാൻ എൻ്റെ ഇതിപ്പോൾ ലൈറ്റ് ഉള്ള കാരണമാണ് എന്നിങ്ങനെ കാണുന്നത്. ലൈറ്റ് ഇല്ലെങ്കിൽ ഐ ഷോ ഹൗ ഡാർക്ക് ഇറ്റ് ഈസ്. ലുക്ക് അറ്റ് ദിസ്. രാവിലെ 8 മണിക്ക് ഞാൻ വിൻഡോ ഒക്കെ തുറന്നിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇത്രയും ഇരുട്ടാണ്. അതാണ്, അത്രയും ഡിപ്രസിങ് ആണ് കാലാവസ്ഥ. ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ മടിയുടെ കാരണം. അപ്പോൾ എനിവേ നമുക്ക് പോവാം. എൻ്റെ ബസ് 2 മിനിറ്റിൽ വരും. എൻ്റെ റൂമിൽ നിന്ന് 2 മിനിറ്റേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലോട്ട്. സോ യാ, നമുക്ക് ഇന്നും ഫൈറ്റിങ്. ഞാൻ എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഞാൻ നിങ്ങൾക്ക് കോളേജിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ എൻട്രൻസ്. സുംഷിൽ ദേ ഹക്യോ അവിടെ എഴുതിയത് കണ്ടോ. ബേസിക്കലി ഇതൊരു കുന്നിൻ്റെ മേലെയാണുള്ളത്. നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാൻ എളുപ്പം ഈ വഴിയാണ്. ഇന്ന് നല്ല കാറ്റുള്ള ദിവസമാണ് കേട്ടോ. ഈ വിൻ്ററിൽ കാറ്റ് ഭയങ്കര തണുപ്പാണ്. കാറ്റടിക്കുമ്പോഴാണ് ഭയങ്കര തണുപ്പ്, സഹിക്കാൻ പറ്റില്ല. ഇന്ന് എന്നാലും കുറവുണ്ട്. 2 ദിവസമായിട്ട് ടെമ്പറേച്ചർ കുറച്ച് ബെറ്ററാണ്. ബൈ ദ വേ, ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട്. കുഞ്ഞി ഗ്രൗണ്ടാണ്. അതായത് പ്രോഗ്രാമൊക്കെ നടക്കില്ലേ, ഷോസൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ആ എൻഡിൽ കാണുന്നത് സ്നോ ആണ് കേട്ടോ. ആരൊക്കെയോ സ്നോ ചേച്ചി സ്നോ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ദിസ്. ഓ, ലുക്ക് അറ്റ് ദിസ്. ഇങ്ങനെയാണ് സ്നോ. ഇപ്പം നമ്മൾ കോളേജിൻ്റെ ഏകദേശം ഒരു മിഡിൽ പാർട്ടിലെത്തി. ഇവിടെയാണ് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങും ഉള്ളത്. ഈ മരങ്ങളിലൊക്കെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ആ നടുവിലൊക്കെ ഭയങ്കര മല്ലികയൊക്കെ വിടർന്ന് നല്ല ഭംഗിയാണ് ആക്ച്വലി കാണാൻ. വിൻ്റർ ആയ കാരണം ഫുള്ള് ഇലകളൊക്കെ പൊഴിഞ്ഞു പോയി. പണ്ടെൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത് ഇതിനെക്കാട്ടിലും മേലെയായിരുന്നു. ഇപ്പോൾ അവർ ക്ലാസ് മാറ്റി. ഇപ്പോൾ ഉള്ള ക്ലാസ്സിൻ്റെ ബിൽഡിങ്ങാണ് എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ബിൽഡിങ്ങിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലാംഗ്വേജ് സ്റ്റുഡൻസ്. പക്ഷേ ഇപ്പോഴത്തെ ബിൽഡിങ്ങിൽ നോർമൽ ഇവിടുത്തെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ബിൽഡിങ്ങാണ് അവരുടെ ക്ലാസ്സുള്ളത്. സോ നമ്മളിങ്ങനെ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അവരെയൊക്കെ കാണാം. സോ ഇറ്റ് ഫീൽസ് ലൈക്ക് നമ്മൾ ശരിക്കും ഒരു കൊറിയൻ കോളേജിൽ പഠിക്കുന്ന ഒരു ഫീലിംഗാണ് കൊറിയൻ സ്റ്റുഡൻസിനെ കാണുമ്പോൾ. സോ യാ, ബ്രേക്കിൻ്റെ സമയത്ത് ഇവിടുത്തെ കോളേജ് പിള്ളേരൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറുണ്ട്. അതൊക്കെ നല്ല രസമാണ് കാണാൻ. ഐ റിയലി ഫീൽ ലൈക്ക് എൻ്റെ കോളേജ് ഡേയ്സ് മിസ് ചെയ്യുന്ന പോലെ. ഇവിടെയാണ് നമ്മളുടെ ക്ലാസ് നടക്കുന്നത്. എൻ്റെ ക്ലാസ് 5th ഫ്ലോറിലാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പേര് ചുമാൻഷി കിമ്യം ഖാൻ. ലെറ്റ്സ് ഗോ. ഞാനിപ്പോഴും സ്റ്റേഴ്സിലാണ് പോവാറ്. ഈ ബിൽഡിങ്ങിൽ എനിക്ക് ആരെയും കാണാനില്ല. മേ ബി കോളേജ് സ്റ്റുഡൻസിനൊക്കെ വെക്കേഷൻ ആയിട്ടുണ്ടാവും. വിൻ്റർ അല്ലേ, വിൻ്റർ വെക്കേഷൻ. നമ്മളുടെ ലാംഗ്വേജ് സ്റ്റുഡൻസൊക്കെ വരുന്നേ ഉണ്ടാവുള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എത്തി, 10 മിനിറ്റ്. പറ്റില്ല. നമുക്കിവിടുന്ന് വെള്ളം എടുത്തിട്ട് പോവാം. ഇവിടെ നമുക്ക് ഡ്രിങ്ക് എടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾക്ക് പൈസ കൊടുത്താൽ അല്ലെങ്കിൽ കാർഡ് ഇട്ടാൽ ഇവിടുന്ന് നമുക്ക് ഡ്രിങ്ക് കിട്ടും. ഇവിടുത്തെ സിസ്റ്റം ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. പ്ലാസ്റ്റിക്, പേപ്പർ അങ്ങനെ മാറ്റിയിടണം. ശ്രഗി ഓർ ലൈക്ക് വേസ്റ്റ്. ഇവിടെയാണ് നമ്മളുടെ ക്ലാസ്.
안녕하세요. 안녕하세요. 저 먼저 왔어요. 찍고 있어요. 마지막 수업 맞아요. 앉아서 이렇게 나무를 보면 나뭇잎 사이사이에 햇살이 보이죠? 이 성공일까요? 실패일까요? 실패. 여러분 실패하지 않으면 햇빛, 성공하는 것의 진정한 가치를 알 수가 없어요. 그리고 내가 그 다음 거 한번 읽어볼게요. 수순이타 씨. 나는 눈물이 없는 사람을 사랑하지 않는다. 나는 눈물을 사랑하지 않는 사람을 사랑하지 않는다. 잘생긴 거 중요하지. 똑같아요. 잘생기나요? 수희 씨는 점심시간 짜장면이 배달되자 사람들이 ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഗൈസ്. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. എൻ്റെ കൈ ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ഫോൺ പുറത്തെടുത്തുള്ളൂ. പക്ഷെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഭയങ്കര തണുപ്പാണ്. തണുപ്പ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാറ്റ് കാരണമാണ്. എനിവേ ഞാനിപ്പോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഫൈനൽ ഡേൻ്റെ അന്ന് വീഡിയോ എടുക്കാം. ഐ വിൽ ഷോ യു. ഓക്കെ, അപ്പം അന്ന് കാണാം. എൻ്റെ കണ്ണ് കണ്ടോ, കണ്ണിൽ നിന്ന് വെള്ളം വന്നു, തണുപ്പ് വരണം. അപ്പം നമുക്ക് നേരിട്ട് നമ്മളുടെ സൂര്യോഷിക്, അതായത് ഫൈനൽ കംപ്ലീഷൻ സെറിമണീൽ അന്ന് കാണാം. ഓക്കെ, ഹലോ ഗായ്സ്, ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് കോളേജാണ്. ഇപ്പോൾ സമയം 10:30 ആയി. 11 മണിക്കാണ് നമ്മളുടെ കംപ്ലീഷൻ സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഡേ ഓഫ് കൊറിയല്ലേ, അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന്. ആൻഡ് എൻ്റെ പിന്നിൽ നോക്കിയ ഫുള്ള് വൈറ്റാണ്. ഇന്നലെ ഭയങ്കര സ്നോ ആയിരുന്നു. ഇന്ന് രാവിലെയും നേരത്തെ ഭയങ്കര സ്നോ ആയിരുന്നു തോന്നുന്നു. സോ റോഡൊക്കെ ഭയങ്കര സ്നോ ആയിട്ടിരിക്കുകയാണ്. എനിവേ ലെറ്റ്സ് ഗോ. ഫുള്ള് മഞ്ഞാണ് ഇവിടെ. കോളേജ് ഫുള്ള് സ്റ്റെപ്സൊക്കെ ഫുള്ള് മഞ്ഞിലാണ്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. -7 പറയുന്നത്, പക്ഷേ ഫീൽസ് ലൈക്ക് -17. വാവ്. ഫൈനലി ലാസ്റ്റ് ക്ലാസ് എന്ന് ആലോചിക്കുമ്പോൾ ഐ ഫീൽ സാഡ്. ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഓ മൈ ഗോഡ്. ഉപ്പാണെന്ന് തോന്നുന്നു. 봐. 여기도. 하이. 괜찮아. 제가 선생님 여기. സൂര്യോഷിക്കിൻ്റെ അന്ന് ഫസ്റ്റ് ലെവൽ മുതൽ 6th ലെവൽ വരെ ഓരോ ലെവലിലും ഫസ്റ്റ് വന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രൈസ് കൊടുക്കാറുണ്ട്. 6th ലെവലിലുള്ള ആൾക്ക് സ്പെഷ്യൽ ബൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ദർ വിൽ ബി സ്പീച്ച് ബൈ എ 6th ലെവൽ സ്റ്റുഡൻറ്റ്. പിന്നെ സ്പെഷ്യൽ പെർഫോമൻസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സ്പെഷ്യൽ പെർഫോമൻസ് ഞാൻ പാട്ടിടുന്നില്ല, ബിക്കോസ് കോപ്പി റൈറ്റ് ഗൈസ്. അതിൻ്റെ ശേഷം ഫൺ ക്വിസ് മത്സരം ഉണ്ടായിരുന്നു. ഇത് ഞാനാണ്. ഐ വൺ ഫസ്റ്റ് പ്രൈസ്. അതിൻ്റെ കഥ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ഇറ്റ് ഈസ് സോ ഫണി. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയമാണ്. ഇവിടെ വന്ന എല്ലാ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്ന മൊമെൻ്റ് ആണ്, ആസ് എ മെമ്മറി. ഇത് എല്ലാ സൂര്യോഷിക്കിലുള്ള ആചാരമാണ്. സ്നാക്സ് കിട്ടും. ഇറ്റ്സ് സോ ടേസ്റ്റി ആക്ച്വലി. അതിൻ്റെ ശേഷം ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ ഗ്രാജുവേഷൻ ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് സർട്ടിഫിക്കറ്റ്സ് തന്നു. ഇതുപോലെ കുറേ പ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എവറിത്തിങ് വാസ് ഫൺ. ഇറ്റ്സ് ഓൾ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ടു ചെറിഷ്. 말씀해주세요. 축하해요. 감사합니다. 수미타 씨 잘 되길 빌어요. 네, 감사합니다. 고마워요. 감사합니다. നമ്മൾ ഓഫീസിൽ പ്രൈസ് വാങ്ങിക്കാൻ വന്നതാണ്. ഈ പുള്ളിക്കാരനെ കണ്ടോ? പുള്ളിക്കാരന് കുറേ ഫാൻസ് ഉണ്ട്. ഈ പുള്ളിക്കാരൻ തന്നെയാണ് സ്റ്റേജിൽ നേരത്തെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഹി ഈസ് ആക്ച്വലി വെരി ഹാൻസം ആൻഡ് വെരി ജെന്റിൽ വൈൽ ടോക്കിംഗ്. അതുകൊണ്ടായിരിക്കണം ഫാൻസ് കൂടുതൽ. ലാസ്റ്റ് ഡേ എൻഡഡ് സോ ഗുഡ്. സോ യാ, Sungshin University. Bye. I'm saying bye to the university today.
ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും പഠിക്കുക എന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഗായ്സ്, എൻ്റെ കൊറിയൻ ലാംഗ്വേജ് കോഴ്സിന് ഒരു അവസാനമായിരിക്കുകയാണ്. ഇന്നായിരുന്നു എൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ. ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ വിസ ഒക്കെ കൺഫേം ആയിട്ട് പറയാം. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി എ ജോബ്. ഓക്കെ, സോ യാ, ഇപ്പോൾ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കാനുള്ള സംഭവം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, സോ ഇന്നത്തെ വ്ളോഗും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് വാസ് ലിറ്റിൽ ഇമോഷണൽ. വീഡിയോയിൽ നിങ്ങളത് കാണില്ല, പക്ഷേ ഇൻസൈഡ് ഐ വാസ് ലിറ്റിൽ ഇമോഷണൽ. ഇന്ന് വരെ ഐ വാസ് ഹാപ്പി ദാറ്റ് കഴിഞ്ഞു ലാംഗ്വേജ് കോഴ്സ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് കോളേജിൽ പോയപ്പോഴാണ് ഐ വാസ് ലൈക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരില്ലല്ലോ. ലിറ്റിൽ സാഡ്, യുനോ. യാ, എനിവേ, ഐ വോൺ എ പ്രൈസ് ഓൾസോ ടുഡേ. ലൈക്ക് ദാറ്റ് വാസ് സോ ഫണ്ണി. ഓക്കെ, 3 പേരെ വിളിച്ചു. ഇറ്റ് ലൈക്ക് അവർ ക്വിസായിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, 2 പേരെയാണ് വിളിച്ചത്. സോ ഒരു കൊച്ചും കൂടെ വന്നപ്പോൾ 3 പേരായി. ഓക്കെ, സോ ഇങ്ങനെ കറക്റ്റ് സ്പെല്ലിങ്, കൊറിയനിലുള്ള സ്പെല്ലിങ് ചൂസ് ചെയ്യാനായിരുന്നു. ഓക്കെ, അപ്പോൾ 3 ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഗേള് പറഞ്ഞു 1. അപ്പോൾ ഇറ്റ് വാസ് റോങ്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു, കൈൻഡ് ഓഫ് ക്ലാസ്മേറ്റ്. അവൾ പറഞ്ഞു 3rd. സോ ആ ലൈക്ക് ക്വിസ് നടത്തുന്ന ആൾ ചോദിച്ചു, ശരി ഉറപ്പാണോ? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു 2. അപ്പോൾ ശരിക്കും? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അല്ല 3. ഓക്കെ, അങ്ങനെ പറഞ്ഞ് അവസാനം പുള്ളിക്കാരി 3 ചൂസ് ചെയ്തു. അപ്പോൾ ഇറ്റ് വാസ് റോങ്. ദെൻ ഐ സെഡ് 2. ഐ വോൺ. ഇറ്റ് വാസ് സോ ഫണി. അതുകൊണ്ട് എനിക്ക് പ്രൈസ് കിട്ടി. പ്രൈസ് വാസ് കുറേ സാധനങ്ങൾ ചൂസ് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ ഞാനൊരു ടീഷർട്ട് ചൂസ് ചെയ്തു. ഇതാണ് നമ്മളുടെ പ്രൈസ് ടീഷർട്ട്. എനിവേ, ഇറ്റ് വാസ് ഫൺ. ലാസ്റ്റ് ഡേ ആയ കാരണം ഇറ്റ് വാസ് ക്യൂട്ട് ആൻഡ് യാ, അങ്ങനെ ലാംഗ്വേജ് കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഞാൻ വിചാരിച്ചു ഞാനിന്ന് പറന്നു പോകുന്നു, കാരണം അത്രയും കാറ്റായിരുന്നു. ഐ വാസ് ലൈക്ക് ഹോൾഡിങ്. പക്ഷേ യാ, എനിവേ, അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓൾസോ. നമുക്ക് കൊറിയയിൽ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി. Hopefully it will be good. So thank you so much for all your support, always, as always. I love you guys. Bye bye. See you soon in another vlog. Bye bye.